കോടതി മുറി നിശബ്ദമായിരുന്നു. ഓരോ സെക്കൻഡും മണിക്കൂറുകൾ പോലെ തോന്നി കീർത്തിക്ക്. ജഡ്ജി ബാലൻ മേനോൻ തന്റെ കണ്ണട ഒന്ന് താഴ്ത്തിവെച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന കീർത്തിയെ ഒന്ന് നോക്കി. ശ്രീമതി കീർത്തി, നിങ്ങളുടെ ഭർത്താവ് വിനോദിൽ നിന്ന് വിവാഹമോചനം നേടാൻ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ തയ്യാറാണോ? ആ ചോദ്യം കോടതിയുടെ ചുവരുകളിൽ തട്ടി നിന്നു. കീർത്തി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അവളുടെ ഉള്ളിൽ കഴിഞ്ഞ 5 വർഷത്തെ കനൽ എരിയുന്നുണ്ടായിരുന്നു. പതിയെ കണ്ണു തുറന്ന് അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അതെ യുവർ ഓണർ, എനിക്ക് ഈ ബന്ധം വേണ്ട. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഈ നിബന്ധന അംഗീകരിക്കാതെ ഞാൻ ഈ പേപ്പറിൽ ഒപ്പിടില്ല. കോടതിയിൽ ആകെ പിറുപിറുക്കൽ ഉയർന്നു. വിനോദിന്റെ മുഖം വിളറി വെളുത്തു. ജഡ്ജി ബാലൻ മേനോൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് നിബന്ധനയാണ്? പറയൂ. കീർത്തിയുടെ വാക്കുകൾ ഒരു ഇടുത്തി പോലെ അവിടെ പതിച്ചു. വിവാഹമോചനത്തിന് മുന്നേ എൻ്റെ ഭർത്താവായ വിനോദിനൊപ്പം ഒരു ഭാര്യ എന്ന നിലയിലുള്ള എല്ലാ അവകാശങ്ങളോടും കൂടി എനിക്കൊരു രാത്രി ചിലവഴിക്കണം. കഴിഞ്ഞ 5 വർഷം ഈ നാടകം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ലഭിക്കേണ്ട ആ ഒരു പരിഗണന എനിക്ക് കിട്ടണം, കീർത്തി പറഞ്ഞു. കോടതി ആകെ നിശബ്ദമായി. ഇടിവെട്ടിയതുപോലെ തോന്നി. വക്കീലന്മാർ പരസ്പരം നോക്കി. വിനോദിന്റെ മുഖത്ത് ദേഷ്യവും നാണവും മിന്നിമറഞ്ഞു. അവന്റെ വക്കീൽ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ്, ഒബ്ജക്ഷൻ യുവർ ഓണർ, ഇത് തികച്ചും അസംബന്ധമാണ്. കോടതിയുടെ വിലപ്പെട്ട സമയം കളയാനാണ് ഈ സ്ത്രീ ശ്രമിക്കുന്നത്. ജഡ്ജി ബാലൻ മേനോൻ കൈ ഉയർത്തി അവരെ ശാന്തരാക്കി. കീർത്തിയുടെ കണ്ണിലെ ആ കനൽ ജഡ്ജി വായിച്ചെടുക്കുകയായിരുന്നു. ഇത്രയും കാലത്തെ സർവീസിനിടയിൽ അദ്ദേഹം പല കേസുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായിരുന്നു. ശ്രീമതി കീർത്തി, നിങ്ങളുടെ ഈ ആവശ്യം വളരെ അസാധാരണമാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം? ജഡ്ജി ബാലൻ മേനോൻ ചോദിച്ചു. ജഡ്ജിയുടെ ചോദ്യത്തിന് മുന്നിൽ കീർത്തിയുടെ നിയന്ത്രണം വിട്ടു. ഇത്രയും കാലം കരിങ്കല്ല് പോലെ ഉള്ളിൽ ഒതുക്കി വെച്ച സങ്കടം ഒരു തേങ്ങലായി പുറത്തു വന്നു. കാരണമുണ്ട് യുവർ ഓണർ. ഇവരാണ് എൻ്റെ 5 വർഷം കളഞ്ഞത്. അതായത് 1826 ദിവസം. ഈ ദിവസങ്ങൾ മുഴുവൻ ഞാൻ ആ വീട്ടിൽ ഒരു ഭാര്യയായിരുന്നു എന്ന് പറയാൻ പോലും കഴിയില്ല. വെറും ശമ്പളമില്ലാത്തൊരു വേലക്കാരി. അവളുടെ ശബ്ദം പൊട്ടി. വിവാഹം എൻ്റെ അച്ഛനും അമ്മയും കൈവശമുള്ളതെല്ലാം വിറ്റ്, കൂടാതെ വലിയൊരു തുക കടമെടുത്ത് ആവശ്യത്തിന് പണവും സ്വർണവും നൽകി തന്നെയാണ് എന്നെ അവിടേക്ക് അയച്ചത്. അവരുടെ മകൾ ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അവൾ ഒരു നിമിഷം നിശബ്ദമായി. വിവാഹരാത്രി ചുമന്ന പട്ടുസാരി അണിഞ്ഞ് കൈകളിൽ മൈലാഞ്ചി മുഞ്ചുമായി വിനോദിനു വേണ്ടി കാത്തിരുന്നു. ഓരോ കാൽപെരുമാറ്റത്തിലും അവളുടെ ഹൃദയം പടപടാ അടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ രാത്രി വൈകി മുറിയിലേക്ക് വന്ന വിനോദിന്റെ മുഖത്ത് യാതൊരു സന്തോഷവും ഇല്ലായിരുന്നു. അവൻ മിണ്ടാതെ അലമാര തുറന്ന് വസ്ത്രങ്ങൾ എടുത്ത് ബാത്റൂമിലേക്ക് പോയി. തിരികെ വന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് അവളുടെ ചങ്ക് തകർന്നുപോയി. കീർത്തി, എനിക്ക് കുറച്ച് സമയം വേണം. വീട്ടുകാരുടെ അമിതമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. മാനസികമായി ഞാൻ ഇപ്പോഴും ഈ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ തയ്യാറല്ല. നീ കട്ടിലിൽ കിടന്നോ, എനിക്ക് കുറച്ച് സ്പേസ് വേണം. ഞാൻ സോഫയിൽ കിടന്നോളാം. അന്ന് ആ രാത്രിയിൽ ആ മുറിയിൽ എയർ കണ്ടീഷണറേക്കാൾ വലിയ തണുപ്പായിരുന്നു. അവളുടെ മനസ്സിൽ കണ്ണുനീർ ഒഴുകി. അവളുടെ വിവാഹ അലങ്കാരങ്ങളെല്ലാം മാഞ്ഞുപോയി. പുതിയ ബന്ധമായതുകൊണ്ട് സമയമെടുക്കുമെന്നും ജോലിയിലെ തിരക്കാകുമെന്നും കരുതി അവൾ സ്വയം ആശ്വസിച്ചു. പക്ഷേ ആ കാത്തിരിപ്പിന് അന്ത്യമുണ്ടായില്ല. പിറ്റേന്ന് രാവിലെ വീട്ടിൽ വൻ ആഘോഷമായിരുന്നു. ബന്ധുക്കളെല്ലാം അവളെ കളിയാക്കി ചിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ആ വലിയ തിരസ്കാരം അവൾ പുഞ്ചിരിയോടെ മറച്ചു പിടിച്ചു. തൻ്റെ കുടുംബത്തിൻ്റെ മാനമോർത്താണ് അവൾ അന്ന് മിണ്ടാതിരുന്നത്. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. അവർ ഒരേ മേൽക്കൂരയ്ക്ക് താഴെ കഴിഞ്ഞു. പക്ഷേ 2 അപരിചിതരെ പോലെ. രാവിലെ അവൻ ഓഫീസിലേക്ക് പോകും, രാത്രി വൈകി വരും. ഭക്ഷണം കഴിച്ചു മിണ്ടാതെ സോഫയിൽ പോയി കിടക്കും. ഭക്ഷണം എടുത്തോ, നല്ലതാണോ തുടങ്ങിയ ചില ഔദ്യോഗിക വാക്കുകൾ അവരുടെ സംസാരം അവസാനിച്ചു. വിനോദിന്റെ വക്കീൽ വീണ്ടും തടസ്സവാദം ഉന്നയിച്ചു. യുവർ ഓണർ, എൻ്റെ കക്ഷി അവൾക്ക് എല്ലാ സുഖസൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. താമസിക്കാൻ നല്ല വീട്, വിദേശ വസ്ത്രങ്ങൾ, വില കൂടിയ ആഭരണങ്ങൾ. പിന്നെ എന്തിനാണ് ഈ നാടകം? കീർത്തി വക്കീലിന്റെ കണ്ണുകളിലേക്ക് നോക്കി കടുപ്പത്തിൽ ചോദിച്ചു. ഒരു സ്ത്രീക്ക് ഇത്രയും മതി എന്നാണോ നിങ്ങൾ കരുതുന്നത്? സ്നേഹത്തോടെയുള്ള 2 വാക്കുകൾ കേൾക്കാൻ, ഒരു പങ്കാളി എന്ന നിലയിലുള്ള ബഹുമാനം ലഭിക്കാൻ അവൾക്ക് അവകാശമില്ലേ? ഞാൻ പലവട്ടം വിനോദിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പിഴവുണ്ടോ? അവൻ്റെ മറുപടി ഒന്നായിരുന്നു, എനിക്ക് കുറച്ച് സമയം വേണം. പക്ഷെ ആ സമയം ഒരിക്കലും വന്നില്ല. അവൻ്റെ ഡ്രസ്സുകൾ അയൺ ചെയ്തു കൊടുക്കാനും അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും
അവൻ്റെ അച്ഛനമ്മമാരെ പരിചരിക്കാനും മാത്രമുള്ള ഒരു യന്ത്രമായിരുന്നു താൻ. പുറത്തു നിന്ന് ഫ്രണ്ട്സ് വരുമ്പോൾ ഞങ്ങൾ ഒരു ഹാപ്പി കപ്പിളായി അഭിനയിക്കും. ആ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയാനകമായ നിശബ്ദത വീണ്ടും തിരികെ വരും. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതോടെ അവളുടെ വീട്ടിൽ നിന്നും അന്വേഷണങ്ങൾ വന്നു തുടങ്ങി. മോളെ, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ അവൾ ഉത്തരം കിട്ടാതെ ഉരുകി. തങ്ങൾക്കിടയിൽ ദാമ്പത്യം എന്നൊരു ബന്ധമേ ഇല്ലെന്ന് സ്വന്തം മാതാപിതാക്കളോട് എങ്ങനെ പറയും? അദ്ദേഹം ഇപ്പോൾ കരിയറിലെ ബിസിനസ് ഷെഡ്യൂളിലാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്നാ പറയുന്നത് എന്ന് കള്ളം പറയുമ്പോൾ അവളുടെ ഉള്ളു പിടയുകയായിരുന്നു. ഏതെങ്കിലും ഫംഗ്ഷനോ കല്യാണത്തിനോ പോകുന്നത് അവൾക്ക് വലിയൊരു പീഡനമായി മാറി. ബന്ധുക്കളുടെ അന്വേഷണങ്ങൾ അവളുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കി. ചില സ്ത്രീകൾ അവളുടെ വയറ്റിലേക്ക് നോക്കി പരിഹസിച്ചു. കാണാൻ നല്ല ഗ്ലാമറൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടും എന്താ വിശേഷമില്ലാത്തത് എന്നുള്ള അടക്കം പറച്ചിലുകൾ അവളെ മാനസികമായി തകർത്തു. ഓരോ ദിവസവും അവൾ ആ വീട്ടിൽ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രാത്രി അവൾ ധൈര്യം സംഭരിച്ച് വിനോദിനോട് നേർക്കുനേർ സംസാരിച്ചു. വിനോദ്, നാട്ടുകാർ ഓരോന്ന് പറയുന്നു. എൻ്റെ അമ്മയ്ക്കും അച്ഛനും സങ്കടമാണ്. നമുക്കൊരു ഡോക്ടറെ പോയി കണ്ടാലോ എന്ന് ചോദിച്ചതും അവൻ ദേഷ്യപ്പെട്ടു. ആദ്യമായിട്ടായിരുന്നു അവൻ അവളോട് അങ്ങനെ അലറുന്നത്. നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന്? എനിക്കിപ്പോൾ ഫാമിലി പ്ലാനിങ് ഇല്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ആ നിമിഷം കീർത്തി മരിച്ചുപോയി. പിന്നീട് ലോകത്തിനു മുന്നിൽ എല്ലാ കുറ്റവും അവളുടെ തലയിലായി. അവളുടെ അമ്മ അവളെ നഗരത്തിലെ വലിയ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി. എല്ലാ പരിശോധനകളും കഴിഞ്ഞപ്പോൾ ഫലം വന്നു. അവൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. ആ റിപ്പോർട്ട് കയ്യിൽ പിടിച്ച് അവൾ അന്ന് വിങ്ങിപ്പൊട്ടി. കാരണം ഇനി ഒരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ അവളുടെ പക്കൽ ന്യായങ്ങളില്ലായിരുന്നു. ആദ്യമൊക്കെ സ്നേഹം കാണിച്ചിരുന്ന വിനോദിന്റെ അമ്മ പിന്നീട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. വഴിപാടുകളും വ്രതങ്ങളും ഒക്കെ നടത്തിച്ചു. എന്നിട്ട് ഫലമില്ലാതായപ്പോൾ അവർ അവളെ മച്ചി എന്ന് വിളിക്കാൻ പോലും മടിച്ചില്ല. തന്റെ മകൻ അവളുടെ അടുത്തു പോലും വരാറില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ പാവം പെണ്ണിനെ എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരിയാക്കിയത്. 5 വർഷം കഴിഞ്ഞപ്പോൾ അവളെല്ലാം വിധിയാണെന്ന് വിശ്വസിക്കാൻ നിർബന്ധിതയായി. ഒരു ദിവസം വിനോദ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ വല്ലാത്ത ആവേശത്തിലായിരുന്നു. അവന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. കീർത്തിയുടെ ഹൃദയം ഒരു പ്രതീക്ഷയോടെ ഇടിച്ചു. എന്നെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് അവൾ കുറിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ പാപങ്ങൾക്ക് അവൻ മാപ്പ് പറയുമെന്നും തന്നെ ചേർത്ത് പിടിക്കുമെന്നും അവൾ സ്വപ്നം കണ്ടു. അവൾ പെട്ടെന്ന് പോയി ഒരുങ്ങി സന്തോഷത്തോടെ വന്നു. പക്ഷേ മുറിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവളെ തകർത്തു. അവൻ ആ ഗിഫ്റ്റുമായി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ ഗിഫ്റ്റ് ഇത് ആർക്കുള്ളതാണ്? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ വളരെ സാധാരണമായി പറഞ്ഞു, ഇത് നിളയ്ക്കുള്ളതാണ്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. ഞാൻ ഓഫീസ് പാർട്ടിക്ക് പോവാണ്. നിള അവൻ്റെ വെറും കോൾ ഗേൾ ആണെന്നാണ് അവൻ പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് രാത്രി അവൻ മടങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ആവേശം വൈകിയെ പിടിച്ചുലർച്ചു. അവൻ്റെ കോട്ടിൽ മുമ്പൊരിക്കലും മണക്കാത്തൊരു വിദേശ പെർഫ്യൂമിൻ്റെ ഗന്ധം വരുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി അവളുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്തുവാകി. അന്ന് ഉറങ്ങാൻ കഴിയാതെ കിടന്ന കീർത്തി തൻ്റെ ജീവിതം തകർത്ത ആ വലിയ സത്യം തേടിയിറങ്ങാൻ തീരുമാനിച്ചു. ആ രാത്രി കീർത്തിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിൽ സംശയത്തിൻ്റെ കനൽ ആളിക്കത്തുകയായിരുന്നു. വിനോദിൻ്റെ ഫോൺ പരിശോധിക്കണമെന്ന് അവൾക്ക് തോന്നി. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും അവൾ അവൻ്റെ സ്വകാര്യതയിൽ ഇടപെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ആ പെർഫ്യൂമിൻ്റെ മണം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. അവൻ ഗാഠനിദ്രയിലായപ്പോൾ അവൾ പതുക്കെ അവൻ്റെ ഫോൺ എടുത്തു. പാസ്വേഡ് അവളുടെ ജന്മദിനമായിരിക്കുമെന്ന് അവൾ വെറുതെ മോഹിച്ചു. പക്ഷേ അതല്ലായിരുന്നു. ഒടുവിൽ അവൻ്റെ പഴയ ബൈക്കിൻ്റെ നമ്പർ അടിച്ചു നോക്കിയപ്പോൾ ലോക്ക് തുറന്നു. ഗ്യാലറി തുറന്ന വൈകിയുടെ കൈകൾ വിറച്ചു. അതിൽ കണ്ട ചിത്രങ്ങൾ അവളുടെ ലോകം തന്നെ ഇല്ലാതാക്കുന്നതായിരുന്നു. നിളയ്ക്കൊപ്പം വിനോദ് ആഘോഷിക്കുന്ന ചിത്രങ്ങൾ. ബീച്ചിലും പാർക്കിലും റെസ്റ്റോറൻറ്റിലും അവർ ഒന്നിച്ചുള്ള നിമിഷങ്ങൾ. വെറും ഒരു സഹപ്രവർത്തക അല്ല അവളെന്ന് ആ ചിത്രങ്ങൾ തെളിയിക്കുന്നുണ്ടായിരുന്നു. ചാറ്റുകൾ തുറന്നപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് അസ്ത്രബിന്ദുക്കൾ ഫോൺ സ്ക്രീനിലേക്ക് വീണു. ഐ ലവ് യു, ഐ മിസ് യു, നമ്മുടെ വിവാഹം ഉടനെ ഉണ്ടാകും എന്നിങ്ങനെ സന്ദേശങ്ങൾ. കീർത്തിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. 5 വർഷമായി താൻ സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്ത മനുഷ്യൻ മറ്റൊരുവൾക്ക് വേണ്ടി തന്നെ വഞ്ചിക്കുകയായിരുന്നു. തനിക്ക് നൽകാത്ത ഓരോ നിമിഷവും അവൻ നിളയ്ക്കായി കരുതി വെച്ചു. താൻ ഒരു തുള്ളി സ്നേഹത്തിനായി ദാഹിച്ചപ്പോൾ അവൻ അത് മറ്റൊരിടത്ത് വാരിക്കോരി നൽകുകയായിരുന്നു. കോടതി മുറിയിൽ ഈ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ കീർത്തിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. യുവർ ഓണർ, അവൻ രാത്രികൾ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നത് നിളയോട് സംസാരിക്കാനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അവൻ വൈകി വരുന്നത് ജോലി തിരക്ക് കൊണ്ടല്ല, അവളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. എന്നെ തൊടാൻ പോലും അറപ്പുള്ളവനെ പോലെ മാറിയിരുന്ന അവൻ മറ്റൊരുവളോട് കൂടെ ജീവിതം ആഘോഷിക്കുകയായിരുന്നു.
എന്നെ മാത്രമല്ല അവൻ വഞ്ചിച്ചത്, സ്വന്തം മാതാപിതാക്കളെ അവൻ പറ്റിച്ചു. എന്നെ ഒരു മച്ചി എന്ന് ലോകം വിളിച്ചപ്പോൾ അവൻ അത് ആസ്വദിക്കുകയായിരുന്നു. സത്യം പുറത്തു വന്ന നിളയെ വീട്ടുകാർ അംഗീകരിക്കില്ലെന്ന് അവൻ അറിയായിരുന്നു. അതുകൊണ്ട് എന്നെ ഒരു പാവ പോലെ ആ വീട്ടിൽ നിർത്തി. അടുത്ത ദിവസം രാവിലെ വിനോദ് ഓഫീസിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ കീർത്തി അവനെ തടഞ്ഞു. വിനോദ്, എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാനുണ്ട്. കീർത്തിയുടെ ശബ്ദത്തിലെ ഗാംഭീര്യത്തിൽ വിനോദ് ഒന്ന് പതറി. എങ്കിലും അവൻ തൻ്റെ പതിവ് രീതിയിൽ പറഞ്ഞു, കീർത്തി, എനിക്ക് ലേറ്റ് ആകുന്നു, നമുക്ക് വൈകുന്നേരം സംസാരിക്കാം. പക്ഷെ അവൾ വിട്ടില്ല. നിള ആരാണ്? ആ ചോദ്യം കേട്ടതും വിനോദിൻ്റെ മുഖത്ത് ഭാവം മാറി. അവൻ പരിങ്ങി. അതെൻ്റെ ഒരു ഫ്രണ്ടാണ്. കീർത്തി ചിരിച്ചു, ഒരുതരം ഭ്രാന്തമായ ചിരി. ഫ്രണ്ട് മാത്രമാണോ, അതോ അവളെ ഓർത്തിട്ടാണോ നീ ഈ 5 വർഷം എന്നെ സ്പർശിക്കുക പോലും ചെയ്യാതിരുന്നത്? വിനോദിന്റെ കണ്ണുകളിൽ ആദ്യമായി അവൾ ഭയം കണ്ടു. സത്യം പുറത്തായതിന്റെ ഭയം. അവൻ മൗനം പാലിച്ചു. ആ മൗനം തന്നെയായിരുന്നു ഏറ്റവും വലിയ കുറ്റസമ്മതം. കീർത്തി അലറി വിളിച്ചു, എന്തിനാണ് നീ എന്നെ വിവാഹം കഴിച്ചത്? എൻ്റെ ജീവിതം എന്തിനാണ് നശിപ്പിച്ചത്? മറ്റൊരാളെ സ്നേഹിച്ചിരുന്നെങ്കിൽ അത് വീട്ടുകാരോട് പറയാനുള്ള ധൈര്യം നിനക്കില്ലായിരുന്നു. എനിക്ക് എൻ്റെ വീട്ടുകാരെ എതിർക്കാൻ കഴിഞ്ഞില്ല. നിള മറ്റൊരു ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ്. അവർ അവളെ അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. വിവാഹം കഴിഞ്ഞാൽ നിന്നോടെല്ലാം പറയാമെന്ന് ഞാൻ കരുതി. പക്ഷെ എനിക്ക് ധൈര്യം വന്നില്ല. 5 വർഷത്തെ വഞ്ചനയ്ക്ക് അവൻ നൽകിയ നിസ്സാരമായ ന്യായീകരണം കേട്ട് കീർത്തി തകർന്നുപോയി. കീർത്തി വിവാഹമോചനം തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോൾ വിനോദ് തൻ്റെ അമ്മയോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. ഒരു സ്ത്രീ എന്ന നിലയിൽ തൻ്റെ വേദന വരുണിൻ്റെ അമ്മ മനസ്സിലാക്കുമെന്ന് കീർത്തി വെറുതെ മോഹിച്ചു. ഒരു ദിവസം അവർ അവളുടെ മുറിയിൽ വന്നു. സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു, മോളെ, വിനോദ് ചെയ്തത് തെറ്റാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്തു ചെയ്യാൻ പറ്റും? അവൻ നിളയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. അവർക്ക് നമ്മുടെ വംശം നിലനിർത്താൻ ഒരു കുഞ്ഞിനെ വേണം. നിന്നിൽ നിന്ന് അത് ഉണ്ടാകില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. അതുകൊണ്ട് നീ അവരെ വിട്ടുകൊടുക്കണം. ആ വാക്കുകൾ കീർത്തിയുടെ ഹൃദയത്തിൽ കടാര കൊണ്ട് കുത്തുന്ന പോലെയായിരുന്നു. കുഴപ്പം വിനോദിന്റെ ആണെന്ന് അറിഞ്ഞിട്ടും അവർ വീണ്ടും അവളെ തന്നെ കുറ്റപ്പെടുത്തി. അവന്റെ വഞ്ചനയെ അവർ ന്യായീകരിച്ചു. ആ വീട്ടിൽ തനിക്ക് ആരുമില്ലെന്ന് അവൾക്ക് ബോധ്യമായി. തൻ്റെ ആത്മാഭിമാനം പണയപ്പെടുത്തി അവർ നിൽക്കാൻ തയ്യാറല്ലായിരുന്നു അവൾ തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. പക്ഷെ ഇറങ്ങിപ്പോകുമ്പോൾ അവൾ ഒരു കാര്യം ഉറപ്പിച്ചു. താൻ തോറ്റുകൊടുക്കില്ല. അവൾ ഒരു വക്കീലിനെ കണ്ട് സംസാരിച്ചു. തനിക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരത്തിനും തൻ്റെ 5 വർഷത്തെ അധ്വാനത്തിനും അവൾ പോരാടാൻ തീരുമാനിച്ചു. വിനോദ് അവളെ ഫോൺ വിളിച്ചു ഭീഷണിപ്പെടുത്തി. നിനക്ക് ഈ വീട്ടിൽ എന്ത് അവകാശമാണ് ഉള്ളത്? നീ ഇവിടെ 1 രൂപ പോലും വരുമാനം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതിന് കീർത്തി നൽകിയ മറുപടി കൃത്യമായിരുന്നു. ഞാൻ നിന്റെ വീട്ടിൽ 5 വർഷം ശമ്പളമില്ലാത്ത വേലക്കാരിയായി പണിയെടുത്തു. നിന്റെ മാതാപിതാക്കളെ നോക്കി ഈ വീട് വൃത്തിയാക്കി. ഇത് നഷ്ടപരിഹാരമല്ല, എൻ്റെ അധ്വാനത്തിൻ്റെ കൂലിയാണ്. അത് ഞാൻ പലിശ സഹിതം നിന്നിൽ നിന്ന് വാങ്ങും. കോടതിയിൽ വിനോദിന്റെ വക്കീൽ കീർത്തിയെ സ്വഭാവഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അവൾക്ക് മറ്റാരോടോ ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് വിനോദ് അവളെ ഒഴിവാക്കുന്നതെന്നും പറയിച്ചു. അതുകൊണ്ടാണ് വിനോദ് അവളെ അകറ്റി നിർത്തിയതെന്നും അവൻ വാദിച്ചു. ഒരു പെണ്ണിനെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അവളുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുക എന്നതാണല്ലോ. പക്ഷേ കീർത്തി തളർന്നില്ല. അവൾ തൻ്റെ നിബന്ധനയിൽ ഉറച്ചു നിന്നു. ആ ഒരു രാത്രി അത് ശാരീരികമായ സുഖത്തിനല്ല, മറിച്ച് തന്നെ 5 വർഷം തിരസ്കരിച്ചവന്റെ മുന്നിൽ ഒരു ഭാര്യയായി, ആ വീട്ടിലെ അധികാരമുള്ള സ്ത്രീയായി നിന്ന് പടിയിറങ്ങാൻ വേണ്ടിയായിരുന്നു. തൻ്റെ തകർന്ന ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ള അവളുടെ അവസാനത്തെ ശ്രമമായിരുന്നു അത്. കോടതിയിൽ വാദപ്രതിവാദങ്ങൾ മുറുകി. ജഡ്ജി ബാലൻ മേനോൻ നിളയെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു. ഈ പ്രണയ ത്രികോണത്തിലെ പ്രധാന കണ്ണി അവളാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നിള കോടതിയിലെത്തിയതോടെ കഥയാകെ മാറി. വിനോദ് തന്നെയും വഞ്ചിക്കുകയായിരുന്നു എന്ന് അവൾ അവിടെ വെളിപ്പെടുത്തി. കീർത്തിക്ക് മാനസിക നില തെറ്റിയെന്നും അതുകൊണ്ടാണ് താൻ വിവാഹമോചനം നേടുന്നു എന്നാണ് വിനോദ് അവളോട് പറഞ്ഞിരുന്നത്. കീർത്തി 5 വർഷമായി ആ വീട്ടിൽ വിനോദിന്റെ അവഗണന സഹിച്ചു കഴിയുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ നിളയും തകർന്നുപോയി. എനിക്ക് മാപ്പ് തരണം കീർത്തി, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. നിളയുടെ വാക്കുകൾ വിനോദിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു. കോടതി മുറിയിൽ നിന്ന് നിളയുടെ മൊഴി കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. വിനോദിന്റെ വക്കീൽ പോലും എന്തു പറയണമെന്നറിയാതെ തല താഴ്ത്തി. വിനോദ് ഇത്രയും വലിയൊരു ചതിയാണ് 2 സ്ത്രീകൾക്കെതിരെയും ചെയ്തതെന്ന് ആരും അറിഞ്ഞില്ല, ആരും കരുതിയതുമില്ല. കീർത്തി മാനസിക രോഗിയായി ചിത്രീകരിച്ച് നിളയുടെ മുന്നിൽ സഹതാപം പിടിച്ചു പറ്റുകയും നിളയുടെ ജാതി പറഞ്ഞ് വീട്ടുകാരെ പേടിപ്പിച്ച് കീർത്തിയെ വീട്ടിൽ തളച്ചിടുകയും ചെയ്ത വിനോദിന്റെ തന്ത്രം പാളിപ്പോയി. നിള കരഞ്ഞുകൊണ്ട് കീർത്തിയുടെ അരികിലേക്ക് നടന്നു ചെന്നു. കീർത്തി, എന്നോട് ക്ഷമിക്കണം. വിനോദ് എന്നോട് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ വർഷങ്ങളായി വേർപിരിഞ്ഞു കഴിയുകയാണെന്നും
നിങ്ങൾ ഒരു മനോരോഗിയും ആണെന്നു എന്നതാണ്. അവൻ എന്നെയും വഞ്ചിക്കുകയായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ കീർത്തിയുടെ ഉള്ളിൽ ഒരുതരം പുച്ഛമാണ് തോന്നിയത്. ജഡ്ജി ബാലൻ മേനോൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം കീർത്തിയെ അരികിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു ജഡ്ജിയുടെ കാർക്കശ്യമായിരുന്നില്ല, മറിച്ച് ഒരു പിതാവിൻ്റെ വാത്സല്യമായിരുന്നു. തൻ്റെ പേഴ്സിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അദ്ദേഹം കീർത്തിക്ക് കാണിച്ചു കൊടുത്തു. അതിൽ ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ മകളാണ് കീർത്തി. 3 വർഷം മുമ്പ് അവളുടെ വിവാഹമോചനം കഴിഞ്ഞതാണ്. നിന്റെ അത്രയും തന്നെ പ്രായം കാണും ഇവൾക്ക്. അവളുടെ ഭർത്താവും അവളെ ഇതുപോലെ മാനസികമായി തകർക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് അവൾ ആകെ തകർന്നുപോയി. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞു, ഒരു പുരുഷൻ നിന്നെ ഉപേക്ഷിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് അതൊരു പുതിയ തുടക്കമാണ്. ജഡ്ജിയുടെ വാക്കുകൾ കോടതി മുറി മുഴങ്ങിക്കേട്ടു. അദ്ദേഹം തുടർന്നു, നീ ചോദിക്കുന്ന ആ ഒരു രാത്രി അത് നിന്റെ ആത്മാഭിമാനത്തിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ മോളെ, നിന്നെ ഒരു മനുഷ്യനായി പോലും കാണാത്ത നിന്റെ സ്വപ്നങ്ങളെ ചവിട്ടി വലിച്ച് ആ മനുഷ്യരിൽ നിന്ന് നീ എന്ത് അംഗീകാരം പ്രതീക്ഷിക്കണം? ഒരു രാത്രി അവൻ നിന്നെ ഭാര്യയായി അംഗീകരിച്ച നിന്റെ 5 വർഷത്തെ വേദന മാറുമോ? ഒരിക്കലുമില്ല. നിന്റെ അന്തസ് അവന്റെ കൈകളിലല്ല, അത് നിന്റെ ഉള്ളിലാണ്. അവനെ പോലെ ഒരാളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും ഇരന്നു വാങ്ങുന്നത് നിനക്ക് ചേർന്നതല്ല. നീ ശക്തയാണ്. 5 വർഷം ആ നരകൻ സഹിച്ചത് നിന്റെ കരുത്താണ്. ആ കരുത്തിന് നിനക്ക് വേണ്ടി ഉപയോഗിക്കും. ജഡ്ജിയുടെ ഉപദേശം കീർത്തിയുടെ ഉള്ളിലെ അവസാനത്തെ സംശയവും മായ്ച്ചു കളഞ്ഞു. അവളുടെ കണ്ണുകളിൽ ഒരു പുതിയ വെളിച്ചം തെളിഞ്ഞു. അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് തലയുയർത്തി നിന്നു. യുവർ ഓണർ, ഞാൻ എൻ്റെ നിബന്ധന പിൻവലിക്കുന്നു. എനിക്കിനി അയാളുടെ കൂടെ ഒരു നിമിഷം പോലും കഴിയണ്ട. പക്ഷേ എനിക്ക് നീതി വേണം. എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട 5 വർഷം നശിപ്പിച്ചതിന്, എന്നെ വഞ്ചിച്ചതിന്, ലോകത്തിന് മുന്നിൽ എന്നെ അഭിമാനിച്ചതിന് വിനോദ് എനിക്ക് നഷ്ടപരിഹാരം നൽകണം. കീർത്തിയുടെ ആ മാറ്റം വരുണിനെ ഞെട്ടിച്ചു. അവൾ വീണ്ടും പഴയ പാവമായി മാറുമെന്ന് അവൻ കരുതിയിരുന്നു. അന്ന് കോടതിയിൽ ചരിത്രപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചു. കീർത്തിക്കും വിനോദിനും വിവാഹമോചനം അനുവദിച്ചുകൊണ്ട് ജഡ്ജി പറഞ്ഞു, വിനോദ് ചെയ്തത് വെറും ഒരു വഞ്ചനയല്ല, അതൊരു സ്ത്രീയുടെ ആത്മാവിനെ കൊല്ലുന്നതിന് തുല്യമാണ്. കീർത്തിക്ക് നഷ്ടപരിഹാരമായി ലക്ഷങ്ങൾ രൂപയും വിനോദിൻ്റെ ഫ്ലാറ്റിൽ പകുതി അവകാശവും നൽകാൻ കോടതി ഉത്തരവിട്ടു. അതുകൂടാതെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വിനോദ് അടുത്ത 6 മാസം ഒരു വിമൺ ഷെൽട്ടറിൽ നിർബന്ധമായ സാമൂഹ്യ സേവനം ചെയ്യണമെന്നും ജഡ്ജി വിധിച്ചു. വിനോദിൻ്റെ കുടുംബം ആകെ തകർന്നുപോയി. പണവും അന്തസ്സും ഒരുപോലെ അവർക്ക് നഷ്ടമായി. കോടതിക്ക് പുറത്തിറങ്ങിയ കീർത്തിയുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രശാന്തതയുണ്ടായിരുന്നു. അവളിപ്പോൾ ആരുടെയും ഭാര്യയല്ല, ആരുടെ നിഴലുമല്ല. അവൾ വെറും കീർത്തിയാണ്. നില അവളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. കീർത്തി, നീ എടുത്ത തീരുമാനം ശരിയാണ്. വിനോദിനെ പോലെ ഒരാളെ നമ്മൾ 2 പേരും അറിയിക്കുന്നില്ല. കീർത്തി അവളോട് സൗമ്യമായിട്ട് പറഞ്ഞു. നിള, എന്നേക്കാൾ കൂടുതൽ അവൻ ചതിച്ചത് നിന്നെയാണ്. നീ ഒരു പുതിയ ജീവിതം തുടങ്ങുക. പക്ഷേ ഇനി ഒരാളെ വിശ്വസിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം. നിള തലയാട്ടി അവിടെ നിന്ന് നടന്നു നീങ്ങി. വിനോദ് ഒരു വശത്ത് തനിച്ചായി. അവനിപ്പോൾ പണമില്ല, ജോലിയുണ്ട്, പക്ഷേ അന്തസ്സില്ല. സ്നേഹിച്ച പെണ്ണുമില്ല. കീർത്തി തൻ്റെ ബാഗുമായി മുന്നോട്ട് നടന്നു. അവൾക്ക് ഇപ്പോൾ പോകാൻ ഒരിടമുണ്ട്. തൻ്റെ പഴയ സ്വപ്നങ്ങൾ പൊടിതട്ടിയെടുക്കാൻ അവൾക്ക് കഴിയും. അവൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യണം, യാത്രകൾ പോകണം, സ്വന്തം കാലിൽ നിൽക്കണം. ആകാശത്തേക്ക് നോക്കി അവൾ ഒരു ദീർഘശ്വാസം എടുത്തു. 5 വർഷത്തെ ആ വലിയ ഭാരം അവളുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. അവളിപ്പം സ്വതന്ത്രയാണ്. തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പക്ഷിയെപ്പോലെ അവൾ ചിറകടിച്ചു ഉയരാൻ തയ്യാറെടുത്തു. കീർത്തിയുടെ ഉള്ളിൽ ഒരു കടൽ ഇരുമ്പുകയായിരുന്നു. പക്ഷേ അത് പഴയതുപോലെ സങ്കടത്തിൻ്റെ തിരമാലകളായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന പുതിയൊരു ജീവിതത്തിൻ്റെ ആവേശമായിരുന്നു. 5 വർഷം മുമ്പ് ആ പടികൾ കയറുമ്പോൾ അവളുടെ കൂടെ വിനോദും ഉണ്ടായിരുന്നു. അവൻ്റെ കൈ പിടിച്ച് ഒരു സുരക്ഷിത തണലിലേക്ക് എന്നോണം അവൾ നടന്നു. എന്നാൽ ഇന്ന് അവൾ തനിച്ചാണ്. പക്ഷേ അന്നുണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു ആത്മവിശ്വാസം അവളുടെ ഓരോ ചുവടിലും ഉണ്ടായിരുന്നു. വിനോദ് തൻ്റെ വക്കീലിനോട് കയറി സംസാരിക്കുന്നത് അവൾ കണ്ടു. നഷ്ടപ്പെട്ട ലക്ഷ്യങ്ങളും അപമാനവും അവനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. കീർത്തി അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തൻ്റെ ടാക്സിയിലേക്ക് കയറി. ആദ്യം അവൾ പോയത് തൻ്റെ വീട്ടിലേക്കായിരുന്നു. വാതിൽ തുറന്ന അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. മോളെ, നീ തോറ്റുപോയെന്ന് വിചാരിക്കരുത് എന്ന് അച്ഛൻ പറയാൻ തുടങ്ങിയതും കീർത്തി അദ്ദേഹത്തെ തടഞ്ഞു. അച്ഛാ, ഞാൻ ജയിച്ചു. 5 വർഷം ഞാൻ തോറ്റുകൊടുത്തത് ഇനി ജയിക്കാൻ വേണ്ടിയായിരുന്നു. എനിക്ക് ആരുടെ സഹതാപം വേണ്ട. എനിക്ക് കിട്ടിയ നഷ്ടപരിഹാരം കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം കെട്ടിപ്പടുക്കണം. അവളുടെ ആ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ പൊഴിഞ്ഞു. തങ്ങളുടെ മകൾ പഴയ പാവം പെണ്ണല്ലെന്ന് അവൾക്ക് ബോധ്യമായി.
പിറ്റേന്ന് രാവിലെ മുതൽ കീർത്തി തന്റെ പഴയ പാഠപുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളും പൊടി തട്ടിയെടുത്തു. വിവാഹത്തിന് മുമ്പ് അവൾ ഒരു MBA ബിരുദധാരിയായിരുന്നു. വിനോദിന്റെ വീട്ടിലെ ജോലികൾക്കിടയിൽ അവൾ മറന്നുപോയ തന്റെ കരിയർ തിരിച്ചുപിടിക്കാൻ അവൾ തീരുമാനിച്ചു. ദിവസങ്ങളോളം അവൾ ഇന്റർവ്യൂകളും തയ്യാറെടുപ്പുകൾക്കും വേണ്ടി ചിലവഴിച്ചു. പല കമ്പനികളും 5 വർഷത്തെ ഗ്യാപ്പ് കണ്ടപ്പോൾ ആദ്യം ഒന്ന് അടിച്ചെങ്കിലും അവളുടെ അറിവും ആത്മവിശ്വാസവും കണ്ടപ്പോൾ അവർക്ക് അവളെ തള്ളിക്കളയാനായില്ല. ഒടുവിൽ നഗരത്തിലെ ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിൽ അവൾക്ക് മാർക്കറ്റിംഗ് ഹെഡായി ജോലി ലഭിച്ചു. ജോലി ലഭിച്ച ആദ്യ ദിവസം അവൾ കണ്ണാടിക്ക് മുന്നിൽ സ്വയം ഒന്ന് നോക്കി. പഴയ ആ വിളറിയ മുഖമല്ല, ഇപ്പോൾ കണ്ണുകളിൽ തിളക്കമുണ്ട്. അവൾ തിരഞ്ഞെടുത്തത് ഒരു കടും നിറത്തിലുള്ള സാരിയായിരുന്നു. അവളുടെ പുതിയ ജീവിതത്തിലെ നിറം പോലെ ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും അവളെ ബഹുമാനത്തോടെ നോക്കി. അവളുടെ കഴിവ് തെളിയിക്കാൻ അവൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല. പുതിയ പ്രോജക്റ്റുകളും ഐഡിയകളും കൊണ്ട് അവൾ കമ്പനിയുടെ പ്രിയപ്പെട്ട ജീവനക്കാരിയായി. വീട്ടിലിരുന്ന് കരഞ്ഞ ആ പഴയ കീർത്തി ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്തെ കരുത്തുറ്റ സ്ത്രീയായി മാറിയിരിക്കുന്നു. അതേസമയം വിനോദിന്റെ ജീവിതം നേരെ തിരിച്ചായിരുന്നു. കോടതി വിധിച്ച പോലെ അവൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തിനായി അവൻ തൻ്റെ ചില സമ്പാദ്യങ്ങൾ വിൽക്കേണ്ടി വന്നു. പോരാത്തതിന് വുമൺ ഷെൽട്ടറിലെ ഓരോ ആഴ്ചത്തെയും സേവനം അവൻ്റെ അഹങ്കാരത്തെ തകർത്തു. അവിടെയുള്ള സ്ത്രീകളുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ തൻ്റെ ഭാര്യ ആ വീട്ടിൽ അനുഭവിച്ച മാനസിക പീഡനത്തിൻ്റെ ആഴം അവന് പതിയെ മനസ്സിലായി തുടങ്ങി. നിള അവനെ പാടെ അവഗണിച്ചു. അവൾ മറ്റൊരു നഗരത്തിലേക്ക് ജോലി മാറിപ്പോയി. സ്നേഹിച്ച പെണ്ണും കൂടെ ഉണ്ടായിരുന്ന ഭാര്യയും ഒരുപോലെ അവനെ ഉപേക്ഷിച്ചു. ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കീർത്തി ഒരു മാളിൽ വെച്ച് വിനോദിനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി. അവൻ ആകെ ക്ഷീണിതനായിരുന്നു. പഴയ ആ പ്രതാപമൊന്നും അവനിൽ കണ്ടില്ല. കീർത്തിയെ കണ്ടതും അവനൊന്ന് തറഞ്ഞു നിന്നു. അവൾ വളരെ സ്റ്റൈലിഷായി തൻ്റെ കാറിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു. കീർത്തി, അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. അവൻ്റെ ആ ശബ്ദത്തിൽ പഴയ ആജ്ഞാശക്തി ഇല്ലായിരുന്നു. അവൾ ശാന്തമായി പറഞ്ഞു, വിനോദ്, നമുക്ക് തമ്മിൽ ഇനി ഒന്നും സംസാരിക്കാനില്ല. നിന്റെ ശിക്ഷാകാലം കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എൻ്റെ 5 വർഷം എനിക്ക് തിരിച്ചു തരാൻ നിനക്കായില്ല. അതുകൊണ്ട് ആ ഓർമ്മകളുമായി നീ ജീവിക്കുക. ഞാൻ എൻ്റെ വഴി കണ്ടെത്തിക്കഴിഞ്ഞു. അവൾ കാറിൽ കയറി മുന്നോട്ട് നീങ്ങി. കാറിൻ്റെ സൈഡ് മിററിലൂടെ അവൾ കണ്ടു വിനോദ് അവിടെ തനിച്ചു നിൽക്കുന്നത്. അവൾക്കിപ്പോൾ അവനോട് ദേഷ്യമൊന്നുമില്ല, വെറും ഒരു സഹതാപം മാത്രം. കീർത്തി തൻ്റെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. അവൾ യാത്രകൾ പോയി, പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തി, സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിച്ചു. തന്നെ പോലെ തകർന്നുപോയ പെൺകുട്ടികൾക്ക് വേണ്ടി അവൾ ക്ലാസുകൾ എടുത്തു. നിങ്ങൾ ആരുടെയും ബാധ്യതയല്ല, നിങ്ങളാണ് നിങ്ങളുടെ ശക്തി എന്നവൾ അവരോട് ആവർത്തിച്ചു പറഞ്ഞു. കീർത്തിയുടെ മാറ്റം സമൂഹത്തിന് ഒരു പാഠമായിരുന്നു. വിവാഹമോചനം എന്നത് ഒരു പെണ്ണിൻ്റെ അവസാനമല്ലെന്ന് അവൾ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. അവളിപ്പോൾ ഒരു ബിസിനസ് വുമൺ ആണ്. സ്വന്തമായി ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ. കഠിനാധ്വാനം അവളെ വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചു. ഒരു രാത്രി അവൾ തൻ്റെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി. ആ നക്ഷത്രങ്ങൾ അവളെ നോക്കി ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ ഇപ്പോൾ പൂർണ്ണയാണ്. ആരുടെയും നിബന്ധനകളില്ലാത്ത സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു സ്വതന്ത്ര സ്ത്രീ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.